എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നാം ഇവിടെ ചൊല്ലിപ്പഠിക്കാൻ പോകുന്നത് ശ്രീമദ് നാരായണീയത്തിലെ ദശകം 37 ശ്രീകൃഷ്ണാവതാര പ്രസ്താവമാണ്. പേരുപോലെ തന്നെ ഇതിൽ ഭഗവാൻ ശ്രീകൃഷ്ണാവതാരത്തിന് മുമ്പുള്ള കഥാസന്ദർഭങ്ങളാണ് വിവരിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാം. അല്ലയോ സാന്ദ്രാനന്ദ സ്വരൂപിയായ ഭഗവാനെ, പണ്ട് ദേവാസുര യുദ്ധത്തിൽ ഭഗവാനാൽ വധിക്കപ്പെട്ടിട്ടും ജന്മജന്മാന്തര കർമ്മങ്ങൾ പൂർത്തിയാകാത്തതുകൊണ്ട് ആർക്കൊക്കെയാണോ മോക്ഷം ലഭിക്കാഞ്ഞത് അവർ വീണ്ടും ഭൂമിയിൽ അസുരന്മാരായി ജന്മം കൊണ്ടു. ഈ അസുരന്മാരുടെ ഭാരം കൊണ്ട് പരവശയായി തീർന്ന ഭൂമിദേവി തന്നേക്കാൾ മുമ്പിൽ അസുരന്മാരെ കൊണ്ട് പൊറുതിമുട്ടിയ ദേവന്മാരോടൊപ്പം ബ്രഹ്മദേവനെ ശരണം പ്രാപിച്ചു. ഇതാണ് ശ്ലോകം 1 അർത്ഥം. കഷ്ടം. ദുഷ്ടന്മാരുടെ വർദ്ധിച്ച ഭാരത്താൽ പീഡിപ്പിക്കപ്പെട്ട് സമുദ്രത്തിൽ മുങ്ങിപ്പോകുവാൻ തുടങ്ങുന്നവളുമായ ഇവളെ രക്ഷിക്കണമേ. എൻ്റെ പാരവശ്യത്തെ ഈ ദേവന്മാരോട് ചോദിച്ചു നോക്കണേ എന്നിങ്ങനെ പലവിധത്തിൽ വിലപിച്ച് പരവശയായിരിക്കുന്ന ഭൂമിദേവിയെ കണ്ട് ബ്രഹ്മാവ് ചുറ്റും നിൽക്കുന്ന ദേവന്മാരുടെ വാടിയ മുഖങ്ങളെ നോക്കി സാക്ഷാൽ വിഷ്ണു ഭഗവാനെ ധ്യാനിച്ചു. ഇതാണ് 2 ശ്ലോകത്തിൻ്റെ അർത്ഥം. തുടർന്ന് ബ്രഹ്മദേവൻ അവരോട് ഇപ്രകാരം അരുളി ചെയ്തു: അല്ലയോ ദേവന്മാരെ, ഭൂമി ഉണർത്തിച്ചത് സത്യം തന്നെയാണ്. ഇവളുടെയും നിങ്ങളുടെയും രക്ഷാവിഷയത്തിൽ ലക്ഷ്മീപതിയായ മഹാവിഷ്ണു തന്നെയാണ് കഴിവുള്ളവൻ. നമുക്ക് ശ്രീ പരമേശ്വരനോടുകൂടി ഇവിടെ നിന്ന് പാലാഴിയിലേക്ക് പോയി അദ്ദേഹത്തെ നമസ്കരിച്ച് വേഗം സ്തുതിക്കുക എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് അവരോടൊരുമിച്ച് ഭഗവാന്റെ വാസസ്ഥലമായ വൈകുണ്ഠത്തിലേക്ക് യാത്രയായി. ഇതാണ് ശ്ലോകം 3 അർത്ഥം. അങ്ങനെ അവർ മനം കുളിർക്കുന്ന ഇളങ്കാറ്റ് വീശിക്കൊണ്ടിരുന്ന പാലാഴിയുടെ തീരത്തിൽ ചെന്ന് എല്ലാവരും ഒരുമിച്ച് ഭഗവാന്റെ തൃപ്പാദങ്ങളെ ഏകാഗ്രമായ മനസ്സോടുകൂടി ധ്യാനിച്ചു കൊണ്ടിരുന്ന സമയം ബ്രഹ്മദേവൻ ഭഗവാന്റെ വാക്കുകളെ മനസ്സിൽ കേട്ടറിഞ്ഞ് എല്ലാവരെയും ആനന്ദിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം അരുളി ചെയ്തു: ഞാൻ പരമാത്മസ്വരൂപിയായ ഭഗവാനാൽ നേരിട്ട് അരുളി ചെയ്യപ്പെട്ട ആ വാക്കുകൾ കേട്ടുകൊള്ളുവിൻ. ഇതാണ് ശ്ലോകം 4 അർത്ഥം. ഭയങ്കരന്മാരായ രാജാക്കന്മാരാൽ ഭൂമിക്കും ദേവന്മാർക്കും നേരിട്ടിട്ടുള്ള വിനാശത്തിന് പരിഹാരമായി യദുവംശത്തിൽ പരിപൂർണമായ കലയോടുകൂടി ഭഗവാൻ അവതരിക്കുന്നുണ്ട്. ഭൂമിയിൽ ഭഗവാനെ പരിചരിക്കുന്നതിനു വേണ്ടി ദേവന്മാരും ദേവസ്ത്രീകളും അംശങ്ങൾ കൊണ്ട് വൃഷ്ണി വംശത്തിൽ ജനിക്കട്ടെ എന്നിങ്ങനെ ഭഗവാന്റെ കൽപ്പനയെ ബ്രഹ്മദേവൻ ഉണർത്തിച്ചു. ഇതാണ് ശ്ലോകം 5 അർത്ഥം. അങ്ങനെ കർണങ്ങൾക്ക് അമൃതമായി തീർന്ന ഭഗവാന്റെ വാക്യത്തെ കേട്ട് അവരെല്ലാവരും ഭഗവാന്റെ കാരുണ്യാമൃതം കൊണ്ട് സംതൃപ്തരായി മനസ്സമാധാനത്തോടുകൂടി മടങ്ങിപ്പോയപ്പോൾ ഭഗവാന്റെ സാന്നിധ്യ വിശേഷത്താൽ പരിശുദ്ധമായി പ്രസിദ്ധിയാർന്ന മധുരാപുരിയിൽ ശൂരസേനൻ്റെ പുത്രനായ രാജാവ് വസുദേവൻ ധന്യനായ ദേവന്റെ പുത്രിയായ ദേവകിയെ വിവാഹം ചെയ്തു അത്രേ. ഇതാണ് ശ്ലോകം 6 അർത്ഥം. അനന്തരം വിവാഹത്തിൻ്റെ അവസാനത്തിൽ അവളുടെ സഹോദരനായ കംസൻ ഈ വധൂവരന്മാരെ ബഹുമാനിച്ച് അവരുടെ രഥത്തിൻ്റെ സാരഥ്യം സ്വീകരിച്ചുകൊണ്ട് രാജമാർഗത്തിൽ കൂടെ തേരോടിച്ചു കൊണ്ടുപോകുമ്പോൾ ഇവളുടെ 8ാമത്തെ പുത്രൻ പരമദുഷ്ടനായിരിക്കുന്ന നിന്നെ കൊല്ലും എന്ന് ആകാശത്തിൽ നിന്നും ഭഗവാന്റെ വചനങ്ങൾ കേട്ടു. അവനാകട്ടെ മരണഭയം നിമിത്തം സ്വസമീപത്തിലിരിക്കുന്ന ആ പെൺകുട്ടിയെ കൊല്ലുവാൻ വാളെടുത്തു. കഷ്ടം, അല്ലാതെന്തു പറയാൻ. ഇതാണ് 7 ശ്ലോകത്തിൻ്റെ അർത്ഥം. ദുർബുദ്ധിയായ അവൻ അവളെ തലമുടിയിൽ ചുറ്റിപ്പിടിച്ചുകൊണ്ട് വളരെ നേരത്തേക്ക് വിടാതെ ഇരുന്നെങ്കിലും ശൂരസേനാത്മജനായ വസുദേവന്റെ സമാധാനവാക്യങ്ങൾ കേട്ടിട്ടും അവസാനം പുത്രന്മാരെ സമർപ്പിച്ചു കൊള്ളാം എന്നുള്ള വാക്യത്തിൽ സന്തുഷ്ടനായി സ്വഭവനത്തിലേക്ക് മടങ്ങി. അതിനുശേഷം അതിനനുസരിച്ച് തന്നെ ആദ്യത്തെ കുട്ടിയെ സമർപ്പിച്ചുവെങ്കിലും ഭഗവാന്റെ ആദ്യത്തെ സഹോദരനെ അവൻ സ്നേഹം നിമിത്തം വധിച്ചില്ല. അല്ലയോ ദേവ,
ദുഷ്ടന്മാരുടെ ഹൃദയവും ചില സമയങ്ങളിൽ വർദ്ധിച്ച കരുണയോടുകൂടിയതായി കാണപ്പെടുന്നുണ്ടല്ലോ എന്നാണ് ശ്ലോകം 8 മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി പറയുന്നത്. ആ സമയം നാരദമുനി ഭഗവാന്റെ മനോഗതമനുസരിച്ച് തന്നെ ഭോജരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ പ്രഭു, നിങ്ങളെല്ലാം അസുരന്മാരാണ്. യാദവന്മാർ ദേവന്മാരാണെന്നുള്ളത് അങ്ങ് അറിയുന്നില്ല. മായാവിയായ ആ ശ്രീഹരി ദേവകളുടെ അപേക്ഷയനുസരിച്ച് നിങ്ങളെ നിഗ്രഹിക്കുന്നതിനായി അവതരിക്കാൻ പോകുന്നു എന്നിങ്ങനെയുള്ള വാക്കുകളെ കേട്ടിട്ട് കംസൻ വസുദേവപുത്രന്മാരെ കൊല്ലുകയും യാദവന്മാരെ ഭയപ്പെടുത്തി ഓടിക്കുകയും ചെയ്തു. ഇതാണ് ശ്ലോകം 9 അർത്ഥം. സർപ്പേന്ദ്രനായ ആദിശേഷൻ 7ാം ഗർഭത്തെ പ്രാപിച്ച് ഭഗവാന്റെ പ്രേരണ കൊണ്ട് മായയാൽ രോഹിണിയിൽ നയിക്കപ്പെട്ടതിൻ്റെ ശേഷം സച്ചിദാനന്ദ സ്വരൂപിയായ ഭഗവാനും ദേവകിയുടെ ഗർഭത്തിൽ പ്രവേശിച്ചു. സർവ്വവ്യാപകനായ അല്ലയോ കൃഷ്ണ, ദേവകളാൽ സ്തുതിക്കപ്പെടുന്ന അപ്രകാരമുള്ള ഭഗവാനെ, എൻ്റെ രോഗസമൂഹത്തെ ഉന്മൂലനം ചെയ്യണമേ. അങ്ങനെ ഉത്കൃഷ്ടമായ ഭക്തിയെ നൽകി അരുളണമേ. ഇതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഭഗവാനോട് 10ാം ശ്ലോകത്തിൽ അപേക്ഷിക്കുന്നത്. നമുക്ക് ചൊല്ലിത്തുടങ്ങാം. ശ്രീമദ് നാരായണീയം ദശകം 37 ശ്രീകൃഷ്ണാവതാര പ്രസ്താവം. ഓം നമോ ഭഗവതേ വാസുദേവായ. സാന്ദ്രാനന്ദതനോഹരേനനുപുരാ ദൈവാസുരേ സങ്കരേ തുത്കൃത്താ അഭികർമ്മശേഷവശതോ ഏതേന യാദാഗതിം തേഷാം ഭൂതലജന്മനാം ദിദിഭുവാ ഭാരേണ ദൂരാർദിതാ ഭൂമി പ്രാപവിരിഞ്ചമാശ്രിതപദം ദേവൈ പുരൈവാഗതേ. ഹാ ഹാ ദുർജന ഭൂരിഭാരമതിതാ പാദോനിധൗ പാദുകാ ഏതാം പാലയ ഹന്ത മേ വിവശതാ സംപൃച്ഛ ദേവാനിമാൻ ഇത്യാദി പ്രചുര പ്രലാപവിവശ ആലോക്യ ദാദാമഹി ദേവാനാം വദനാനി വീക്ഷ്യ പരിതോ ദദ്യോ ഭവന്തം ഹരേ. ഊജേ ചാംബുജഭൂരമൂനൈസുരാ സത്യം ധരിത്ര്യാവജാ നന്വസ്യാ ഭവതാം ച രക്ഷണവിധൗ ദശോ ഹി ലക്ഷ്മീപതി. സർവേ ശർവപുരസ്സരാ വയമിതോ ഗത്വാ പയോ വാരിധിം നത്വാ തം സ്തുമഹേ ജവാദിതിയയു സാഗം തവാകേദനം. തേ മുക്താനിലശാലി ദുഗ്ധജലദേ സ്ഥിരം ഗദാ സംഗദാ യാവത്തുത്പദചിന്തനൈകമനസാ സ്ഥാവത്സ പാദോ ജഭൂ. തുദ്വാജം ഹൃദയേ നിശമ്യ സകലാൻ ആനന്ദയന്നൂജീവാൻ ആഖ്യാത പരമാത്മനാ സ്വയമഹം വാക്യം തദാ കന്യതാ. ജാനേ ദീനദശാമഹം ദിവിഷദാ ഭൂമേച്ഛ ഭീമൈർനൃപേ തക്ഷേപായ ഭവാമി യാദവകുലേ സോഹം സമഗ്രാത്മനാ. ദേവാ വൃഷ്ണികുലേ ഭവന്തു കലയാ
देवाङ्गनाश्चावनौ मत्सेवार्थमिति त्वदीयवचनं पादोजभूरुजीवान् श्रुत्वा कन्नरसायनं तव वचा सर्वेषु निर्वापिता स्वान्तेष्वीश गदेषु तावककृपा पीयूषतृप्तात्मसु विख्याते मधुरापुरे किल भवत् सान्निध्यपुण्योत्तरे धन्यां देवकनन्दनामुदवहत् राजा सशूरात्मजा उद्वाहावसितौ तदीयसहजा कंसोदसम्मानयन् एदौ सूदतया गतः पदिरदे व्योमोधया त्वद्गिरा अस्यास्त्वामतितुष्टमष्टमसुतो हन्देदि हन्देरिता सन्द्रासात्सदु हन्तुमन्दिगदा त्वन्नीं कृपाणिमधात् गृह्णानाश्चिगुरेषु तां खलमदे शौरेश्चिरं सान्त्वनैर्नो मुञ्चन् पुनरात्मजार्पणगिरा प्रीतोदयादो गृहान् आद्यं त्वत्सहजं तथार्पितमपि स्नेहेन नाहन्नसौ दुष्टानामपि देवपुष्टकरुणा दृष्टा हि धीरेकदा तावत् त्वन्मनसैव नारदमुनि प्रोजे स भोजेश्वरम् यूयं नन्यसुरासुराश्च यदवो जानासि किं न प्रभो मायावी स हरिर्भवद्वदकृते भावीसुरप्रार्थनात् इत्याकर्ण्ययदो अदूधुनदसौ शौरे च सूनूनहन् प्राप्ते सप्तमगर्भदा महीपदौ त्वत्प्रेरणात्मायया नीदे माधवरोहिणी त्वमभिभो सच्चित्सुखैकात्मका देवक्या जडरं विवेशितविभो संस्तूयमानसुरैः सत्त्वं कृष्णविधूय रोगपडली भक्तिं परां देहि मे सत्त्वं कृष्णविधूय रोगपडली भक्तिं परां देहि मे ശ്രീ ഹരിയേ നമ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഈ ദശകം ഞാനിത്തിരി സ്ലോയിലാണ് ചൊല്ലിയത്, പഠിക്കാൻ വേണ്ടിയിട്ടാണ്. എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.